2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ആദായ നികുതി പരിഷ്കരണം, ഇറക്കുമതി തീരുവ, റെയിൽവേ പദ്ധതികൾ എന്നിവ പ്രഖ്യാപനങ്ങളായിരിക്കും ഇത്തവണ. എയിംസ്, കടംപരിധിയിലെ ഇളവ് തുടങ്ങിയവ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത് കേന്ദ്ര ബജറ്റ് അവതരണത്തിലെ നിർമ്മല മാജിക്കിലെ പ്രതീക്ഷയിലാണ് രാജ്യം. വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. നികുതി മേഖലയിൽ മാറ്റമുണ്ടാകണമെന്നതാണ് ഇത്തവണത്തെ പ്രധാന ആവശ്യം. മധ്യവർഗത്തെ കേന്ദ്രീകരിച്ച് വാർഷിക വരുമാനം 9 ലക്ഷമുള്ളവർക്ക് നികുതി ഇളവ് ലഭിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. വായ്പാ വിതരണത്തിലെ വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയും വമ്പൻ പ്രതീക്ഷയിലാണ്. വിനിമയം, സാങ്കേതികം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലും മാറ്റത്തിന് സാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള പദ്ധതികളിലെ പ്രതീക്ഷയിലാണ് കേരളം. കാർഷിക മേഖലയിലെ ദീർഘകാല പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാമ്പത്തിക പദ്ധതിയും കേരളം തേടുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ എയിംസും ഇത്തവണ ബഡ്ജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. വന്യജീവി ആക്രമണങ്ങൾക്കായുള്ള കേന്ദ്രവിഹിതം, ശബരി റെയിൽവേ തുടങ്ങി വിവിധ പദ്ധതികളിലും കേരളം പ്രതീക്ഷയിലാണ്. കൈരളി ന്യൂസ്, ദില്ലി.